ടോപ്പ് ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുംബൈ ഇന്ത്യൻസിൻ്റെ ചരിത്രമാറ്റം. IPL 2024 സീസണിന് മുന്നോടിയായി വമ്പൻ പ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. ടീമിൻ്റെ നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മ ഒഴിഞ്ഞു. 10 വർഷത്തിന് ശേഷമാണ് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നത്. അരങ്ങേറ്റ സീസണിൽ തന്നെ ഗുജറാത്തിനെ IPL കിരീടത്തിലേക്ക് നയിച്ച ഹാർദിക് പാണ്ഡ്യയാണ് പുതിയ നായകൻ. അവസാന സീസണിൽ ഫൈനലിസ്റ്റുകളുമായിരുന്നു അവർ. ഈ പുതിയ നായകനായിരിക്കും പുതിയ സീസണിൽ മുംബൈ ഇന്ത്യൻസിനെ നയിക്കും. 15.5 കോടിക്കാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചെത്തിയത്. ഈ പെട്ടെന്നുള്ള പ്രഖ്യാപനം മുംബൈ ഇന്ത്യൻസ് ആരാധകരെ നിരാശരാക്കുമെങ്കിലും പുതിയ സീസണിലെ പ്രകടനം എങ്ങനെയാവും എന്നത് ചോദ്യചിഹ്നമാണ്. ഇനി മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയ്ക്ക് ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ കളിക്കേണ്ടി വരും. മുംബൈ ഇന്ത്യൻസിന്റെ ചുമതല വഹിക്കുന്ന മഹേള ജയവർദ്ധനെയാണ് ഈ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചത്. ഭാവി ഭദ്രമാക്കുന്ന ഉദ്ദേശത്തോടെയാണ് ടീമിന്റെ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2013 ആണ് രോഹിത് ശർമ്മ പകുതിയിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്നത്. പിന്നീട് മുംബൈ ഇന്ത്യൻസ് കരുത്തരായ ടീമായി വളരുന്ന കാഴ്ചയാണ് കണ്ടത്. താരത്തിന്റെ ക്യാപ്റ്റൻസിയിൽ 5 തവണ മുംബൈ ഇന്ത്യൻസ് കപ്പിൽ മുത്തുപെട്ടു. മുംബൈ ഇന്ത്യൻസിലാണ് ഹാർദിക് പാണ്ഡ്യയുടെ അരങ്ങേറ്റവും കുറിച്ചത്. വീണ്ടും താരം തിരിച്ചു വന്ന് ആ ടീമിന്റെ തന്നെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. നിലവിൽ താരം പരിക്കിൽ നിന്നും മോചിതനായിട്ടുണ്ട്. രോഹിത് ശർമ്മയുടെ യുഗം അവസാനിച്ചു. ഇനി കളിക്കാരനായി തുടരും. മുംബൈ ഇത്തവണയും കരുത്തരായ ടീമാണ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ യുവതാരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ താരം ശ്രമിച്ചിരുന്നു. രോഹിത് ശർമ്മയുടെ പ്രകടനം എങ്ങനെയാവും പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ എന്നുള്ളത് കണ്ടറിയണം. ഹാർദിക് പാണ്ഡ്യയ്ക്ക് സമ്മർദ്ദമേറും. നിലവിൽ ഒരു ടീമിൽ നിന്ന് മാറി മറ്റൊരു ടീമിൽ വന്ന് മികച്ച പ്രകടനം നടത്താൻ സാധിച്ചില്ലെങ്കിൽ ടീമിന്റെ ഇതുവരെയുള്ള പ്രകടനത്തെ ബാധിക്കും. പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ എങ്ങനെ മുംബൈ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നത് കണ്ടറിയണം. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.